നമസ്കാരം. കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 മെയ് 4 അന്നാണ് CPM പാർട്ടി കൊലയാളികൾ TP ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. 51 വെട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത്. ആ മുഖത്തിൻ്റെ രൂപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം 3 മണിക്കൂറോളം ഡോക്ടർമാർ പണിപ്പെട്ടു എന്നാണ് പിന്നീട് അറിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ KK രമ മത്സരിച്ചു, ജയിച്ചു, നിയമസഭയിലെത്തി. പക്ഷേ അവരെ ആസ്ഥാന വിധവ എന്ന് പോലും പുഴുത്ത നാവുള്ള ഒരു CPM നേതാവ് പറഞ്ഞധിക്ഷേപിച്ചു. അന്തം കമ്മികളൊക്കെ അവരെ അതിക്രൂരമായി സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചു. അതിൻ്റെ എല്ലാം പകരം ഇന്നിതാ കേരളം വീട്ടിയിരിക്കുന്നു. വീണ്ടും 14 വർഷത്തിന് ശേഷം, 2012 കഴിഞ്ഞ് 14 വർഷത്തിന് ശേഷം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട അതേ ദിവസം ഇന്ന് കേരളത്തിൽ വിധിയെഴുത്തു നടന്നതിൻ്റെ ഫലം പുറത്തു വരികയാണ്. ആ ഫലം പുറത്തു വരുമ്പോൾ TP ചന്ദ്രശേഖരനെ അടക്കം ചെയ്ത പച്ച മണ്ണുണങ്ങുന്നതിന് മുമ്പ് കുലം കുത്തി എന്നും കുലം കുത്തി തന്നെ എന്ന് അധിക്ഷേപിച്ച പിണറായി വിജയൻ എന്ന കേരളം വെറുക്കുന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രി പോലും വിയർക്കുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ട് സന്തോഷിക്കുന്നത്. KK രമ, TP ചന്ദ്രശേഖരന്റെ വിധവ KK രമ സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ ഇതുമതി, കുലം കുത്തിയെന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ എന്ന കുറിപ്പോടുകൂടിയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള തങ്ങളുടെ കുടുംബചിത്രം KK രമ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് കേരളത്തിൽ സന്തോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സ്ത്രീ അത് KK രമ തന്നെയായിരിക്കും. പിണറായി വിജയൻ എന്ന അധമനായ ഏകാധിപതിയായ രാഷ്ട്രീയ നേതാവിൻ്റെ പതനം ഇന്ന് കേരളത്തിൽ പൂർത്തിയായിരിക്കുന്നു. ഇനി അയാൾ 5 റൗണ്ടുകൾ എണ്ണിയപ്പോൾ പോലും പിണറായി വിജയൻ പിന്നിലായിരുന്നു. പിന്നീട് 1000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ വോട്ട് എണ്ണുന്ന സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജയിക്കുമായിരിക്കും, പക്ഷേ കഴിഞ്ഞ തവണത്തേതിൻ്റെ 10-1 വോട്ട് പോലും പിണറായി വിജയന് ഭൂരിപക്ഷം കിട്ടില്ല. ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. കേരളം പിണറായി വിജയൻ്റെ മുഖത്തടിച്ചിരിക്കുന്നു. എന്തായാലും സന്തോഷം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിന്ന്.